എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും അടുത്ത ആഴ്ചയിലെയും നാളത്തെയും വിശേഷവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഏതായാലും ജനറൽ പ്രമോ ഒക്കെ കണ്ടിട്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണെന്ന് എനിക്കറിയാം. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ നയന ബ്ലഡ് ഷെയർ ചെയ്തു. അപ്പം ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ബ്ലഡ് ഷെയർ ചെയ്തു. ഇപ്പൊ എന്തേ ലിവറും കൂടെ ഷെയർ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ദേവയാനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം ഈ ഒരു അവസ്ഥ കൊടുത്തതാണ്. കാരണം താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, താൻ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന, താൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത തന്റെ മരുമകളാണ് തന്റെ ജീവൻ നിലനിർത്തിയത് എന്ന് നമ്മുടെ ദേവയാനി അറിഞ്ഞാല് എന്തായിരിക്കും അവസ്ഥ? ഏതായാലും കഥ വളരെ രസകരമായിട്ടും ആകാംക്ഷപൂർവമായിട്ടും തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് കയറി വന്നിരിക്കുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് കഥയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. ഇന്ന് അവസാന സീനായിട്ട് കണ്ടത് വേറൊന്നുമല്ല, നമ്മുടെ ജലജയും അതുപോലെ തന്നെ നമ്മുടെ പേര് മറന്നുപോയല്ലോ, ജാനകിയും. പെട്ടെന്നുള്ള കൺഫ്യൂഷനിലിടെ പേര് വിട്ടുപോയേ ആ ഒരു ട്വിസ്റ്റിനിടയിലെ. അപ്പൊ നമ്മുടെ ജാനകിയും കൂടെ ചേർന്ന് പരദൂഷണം തന്നെയാണ് അവിടെ പറയുന്നത്. എങ്ങനെയൊക്കെ നയനയെ വെറുപ്പിക്കാമോ, നമ്മുടെ ദേവയാനിയിൽ നിന്ന് അകറ്റാമോ, എങ്ങനെയൊക്കെ വിഷം കുത്തിവെക്കാമോ ആ രീതിയിലൊക്കെ മാക്സിമം നമ്മുടെ ജലജയും അതുപോലെ തന്നെ നമ്മുടെ ജാനകിയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗമൊക്കെ കണ്ടല്ലോ അല്ലെ. അപ്പൊ ഏതായാലും ഇവരിങ്ങനെ ഓരോന്ന് പറയുന്നു. നയനയോടുള്ള ദേഷ്യം കൂടുകയാണ്. പക്ഷെ നയനയ്ക്ക് ഒരിക്കലും നമ്മുടെ ദേവയാനിയോട് ദേഷ്യം ഉണ്ടാകുന്നില്ല. അപ്പൊ നയന അയ്യപ്പൻ പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പൊ അയ്യപ്പൻ പാട്ട് അവരുടെ കുടുംബത്തിൽ വെക്കാന്നൊരു തീരുമാനം എടുത്തായിരുന്നു. അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയില് നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും നന്ദുവും കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അനന്തപുരി തറവാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം അവരും ഈ ഒരു പാട്ടിന് വേണ്ടി തന്നെ വരുന്നതാണ്. ഏതായാലും നമ്മുടെ അനാമിക വരാതിരിക്കില്ലല്ലോ. അനാമികയും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ തന്നെ ഒരു ചെറിയ പൊട്ടിത്തെറിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നന്ദു വരില്ല എന്ന് ഓർത്തിരുന്നതാണ്. അപ്പൊ ആദർശ് നന്ദുവിനെ വിളിക്കുകയാണ് കേട്ടോ. മോക്ക് എന്താ വന്നാൽ ഇത്ര പ്രശ്നം ഇരിക്കുന്നത്? അനാമിക ഉണ്ടെന്ന് ഓർത്തിട്ടാണെങ്കിൽ മോള് വിഷമിക്കുമൊന്നും വേണ്ട. അനാമിക ഒരു സൈഡില്, മോള് ഇപ്പം എന്റെ അനീതിയായിട്ടല്ലേ വരുന്നത്, അതിന് മോൾ എന്തിനാ വിഷമിക്കുന്നത്? മോള് വന്നേ പറ്റൂ എന്നും പറഞ്ഞ് നമ്മുടെ ആദർശിന്റെ ഭയങ്കര നിർബന്ധം കാരണമാണ് നന്ദു വരുന്നത്. അനാമികയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സത്യത്തിൽ ആ അയ്യപ്പൻ പാട്ട് കുളവാക്കുകയാണ് നമ്മുടെ അനാമിക. മാക്സിമം പറ്റുന്ന രീതിയിൽ തന്നെ വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ അനാമികയ്ക്ക് കൈകോർക്കാനും അനാമികയെ ചേർത്ത് നിർത്താനും ഒന്നും ജലജയും ജാനകിയും ഇല്ല. അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ അനാമികയ്ക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട്. കാരണം ഇവരുണ്ടായിരുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യൂലോ, പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. നമ്മുടെ ജാനകി ഇല്ല, ജലജയും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് സപ്പോർട്ട് ചെയ്യാതെയാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും നന്ദുവിന്റെ വായിലിരിക്കുന്നത് നല്ല രീതിയിൽ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നന്ദു പറയുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഇവിടെ പറയാൻ പറ്റും, കൊട്ടേഷന് നിങ്ങൾ വിട്ടതാണ്, എന്നെ കൊല്ലാൻ വേണ്ടിയും അതുപോലെ തന്നെ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി നിങ്ങൾ വിട്ടതാണെന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ എനിക്കത് പറയേണ്ട കാര്യമില്ല. കാരണം എന്നെ കൊല്ലാൻ ശ്രമിച്ചവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്നെ പിടിച്ചോണ്ട് പോകാനും തട്ടിക്കൊണ്ട് പോകാനും എന്നെ ഉപദ്രവിക്കാൻ നോക്കിയവർക്കൊക്കെ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനി ആരൊക്കെ എന്നെ ഉപദ്രവിക്കാൻ നോക്കുമോ അവർക്കൊക്കെ ഞാൻ തക്കതായ മറുപടി തന്നെ കൊടുക്കുമെന്നും പറഞ്ഞ് മാസ് ഡയലോഗ് ഒക്കെ ഇറക്കി കേട്ടോ. അനാമിക സത്യം പറഞ്ഞ വെന്തുരുകി പോയി അവിടെ. അതിനിടയിൽ നമ്മുടെ വേണു ആണെങ്കിൽ അനാമികയോട് പറയുന്നുണ്ട്, മോൾ ആരോട് വേണമെങ്കിലും കളിച്ചോ, പക്ഷെ അവളോട് കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കണം, ഇല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. അറിയാലോ, ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും വലുത്. അവളുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നെന്ന് കൂട്ടിക്കൊണ്ടാ മതി എന്ന് പറയുകയാണ്. അപ്പൊ അങ്ങനെ അയ്യപ്പൻ പാട്ടൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. അപ്പം ഇതിനിടയിലാണ് ഡോക്ടർ പെട്ടെന്ന് ജയനെ വിളിക്കുകയും ജയനോടും ആദർശിനോടും പറയുകയാണ്, ദേവയാനിയുടെ കുറച്ച് ചെക്കപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ക്ഷീണമൊന്നും മാറിയിട്ടില്ല, അതുകൊണ്ടാണ് കുറച്ച് ചെക്കപ്പ് ഒക്കെ ചെയ്തത്. അപ്പം ഇവിടുന്ന് കുറച്ച് ടെസ്റ്റുകളൊക്കെ നടത്തിയതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ദേവയാനിയുടെ ലിവർ കംപ്ലീറ്റ് ആയിട്ടും പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. ലിവറിനെ ആ ഒരു വിഷം ബാധിച്ചേക്കാണ്. അപ്പൊ ലിവർ പെട്ടെന്ന് ആ ഒരു വിഷം ചെന്നതും ലിവറിനെ ബാധിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും രോഗങ്ങൾ ലിവറിനെ ബാധിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വേറൊരു ലിവർ കിട്ടുകയാണെങ്കിൽ വെക്കുക എന്നുള്ളതല്ലാതെ, അതായത് നമ്മുടെ ഈ ലിവർ എന്ന് പറയുന്ന സാധനം, അവയവം മാറാൻ പറ്റുന്ന സംഭവമാണ്. അതായത് ലിവർ വളരുന്നതാണല്ലോ. അപ്പം ഒരാളുടെ കട്ട് ചെയ്ത് ഒരാൾക്ക് വെക്കുകയാണെങ്കിൽ അത് വളരുന്ന ഒരു സംഭവമാണ്, ഒരു അവയവമാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഞാനിപ്പോ അത് പറഞ്ഞു കുളവാക്കുന്നില്ല. നമുക്ക് ഈ മെഡിക്കൽ ഫീല് വലിയ ഇതൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത്, നമുക്ക് കഥയാണല്ലോ കേൾക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പകുത്ത്
നൽകാൻ ആരെങ്കിലും റെഡിയായി വന്നാൽ അതും അതേ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർ തന്നെ ആയിരിക്കണം. അപ്പൊ ഈ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരെ കിട്ടുക എന്ന് വെച്ചാലും പാടാണ്. ബ്ലഡ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ നയനെ കിട്ടി എന്ന് ഓർത്തുകൊണ്ട് ഡോക്ടർ പറയുന്നുണ്ട്, ബ്ലഡ് കൊടുക്കാൻ വേണ്ടി മരുമകളെ കിട്ടിയെന്ന് ഓർത്തുകൊണ്ട് എല്ലാവരും ഇതിന് സമ്മതിച്ചു തരണമെന്നില്ല. ഒരു ജീവനുള്ള ഒരു സംഭവമാണ് ഈ കരൾ എന്ന് പറയുന്നത്. ആ സാധനം, ഈ കരള്, ലിവർ, ആ സാധനം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് അത്രയ്ക്ക് റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. അപ്പം എത്രത്തോളം രോഗിക്ക് പ്രാധാന്യം നൽകുന്നോ അത്രത്തോളം തന്നെ ഈ ലിവർ കൊടുക്കുന്ന ആൾക്കും പ്രാധാന്യം നൽകണം. അതുപോലെ തന്നെ ആരോഗ്യവാനായിരിക്കണം എന്നൊക്കെ ഡോക്ടർ പറയുകയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോ തന്നെ വല്ലാണ്ടങ്ങ് ഷോക്കാകും ആദർശും ജയനൊക്കെ. എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റില്ലാത്ത ഒരവസ്ഥ. ഏതായാലും തകർന്നു പോയ ഒരു നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ദേവയാനിയും ഈ വിവരം അറിയുകയാണ്. അപ്പൊ ദേവയാനി ഈ വിവരം അറിയുമ്പോഴേക്കും ദേവയാനിക്ക് നയനയോടുള്ള കലി കൂടുകയാണ് കേട്ടോ. കാരണം തന്റെ കരളിനെ കയറിയാണ് ആ വിഷം പിടിച്ചിരിക്കുന്നത്. തന്നെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി തന്നെയാണ് അപ്പൊ നയനി ഇത് ചെയ്തത് എന്ന ആ ഒരു ചിന്താഗതി അങ്ങ് മാറുന്നില്ല ദേവയാനിയിൽ നിന്ന്. ദേവയാനി വീണ്ടും വീണ്ടും നയനി ഇങ്ങനെ പ്രഷർ ചുമത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഏതായാലും നമ്മുടെ നയനി ഈ വിവരം അറിയാം. നയനയോട് പറയുക, ഇങ്ങനെയാണ് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്, എൻ്റെ അമ്മ എന്തു തെറ്റ് ചെയ്തോട്ടെ, എൻ്റെ അമ്മ ചിലപ്പം ദൈവം കൊടുക്കുന്ന ശിക്ഷയാണെന്നൊക്കെ പറയുന്നുണ്ട്, എന്തു ആയിക്കോട്ടെ, പക്ഷെ എൻ്റെ അമ്മ അല്ലാതായിട്ട് മാറുന്നില്ലല്ലോ നയന. എനിക്ക് എൻ്റെ അമ്മേനെ ജീവനോടെ വേണം. എനിക്ക് വേണ്ടിയാ എൻ്റെ അമ്മ ഇത്രയും നാള് ജീവനും ജീവിതവും ഒക്കെ മാറ്റി വെച്ചത്. ആ അമ്മയെ എനിക്ക് വേണ്ടേ? അമ്മയെ തിരിച്ച് കിട്ടിയേ പറ്റൂ നയന. ഞാൻ ഇതിന് എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് കേട്ടോ. ഒന്നുമില്ല, ഒന്നും നോക്കാനും എടുക്കാനും ഇല്ല. നമുക്കറിയാലോ കഥ ഏത് വഴിയാ പോകുന്നതെന്ന്. ഇത് നിങ്ങൾ ജനറൽ പ്രമോയിൽ കണ്ടു കാണും. നയന പറയാണ്, ആദർശേട്ടൻ വിഷമിക്കണ്ട. ആദർശേട്ടാ, ഇനിയിപ്പം വേണ്ടത് ലിവർ ആണല്ലോ. ഞാൻ ബ്ലഡ് കൊടുത്തു. അപ്പൊ നമ്മൾ ഓർക്കും ഇനിയിപ്പം ബ്ലഡ് കൊടുത്തു അതുകൊണ്ട് ലിവർ കൊടുക്കില്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ നയന പറയാണ്, ബ്ലഡ് ഞാൻ കൊടുത്ത് എന്റെ അമ്മായിയമ്മേനെ രക്ഷിക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എന്റെ ലിവർ എനിക്ക് പകുത്തു കൊടുത്തൂടാ? അതും ഞാൻ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണല്ലോ അമ്മയ്ക്ക്. അപ്പൊ ആ ഒരു ലിവർ മാത്രമേ പകുത്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ബ്ലഡ് ഗ്രൂപ്പ് ഒരുപോലെ ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിലേ പോസിബിൾ ആവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നയന അതിന് തയ്യാറാവുകയാണ്. നയന തയ്യാറായി നേരെ ആദർശനോട് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. നേരെ ഡോക്ടറെ കാണാൻ പോകുന്നു. ഡോക്ടറിനോട് പറയുകയാണ്, ഡോക്ടറെ ഞാൻ തയ്യാറാണ്, കരള് പകുത്തു കൊടുക്കാൻ എനിക്ക് സമ്മതമാണ്, എവിടെയാണ് ഒപ്പിട്ട് തരേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എല്ലാം വ്യക്തമായിട്ടെടുത്ത തീരുമാനമാകണം. ഒരിക്കലും ഇത് എടുത്തു ചാടിയെടുക്കുന്ന ഒരു തീരുമാനമാകല്. നയന ആ സ്ത്രീയുടെ മരുമകളൊക്കെ ആയിരിക്കാം. തന്നോട് ഒട്ടും സ്നേഹമില്ലാത്ത ഒരു അമ്മായിയമ്മയാണെന്ന് അറിയാലോ. എന്നിട്ട് പോലും ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ പോരെ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, എനിക്കിനി വേറെ ഒന്നും ആലോചിക്കാനില്ല. എന്റെ ഭർത്താവിന്റെ അമ്മയാണെങ്കിലും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എന്റെ അമ്മയെ പോലെ തന്നെയായിരിക്കും. അതുമല്ല, ഒരു ജീവൻ രക്ഷിക്കുക, അതിപ്പോ എന്റെ അമ്മയെന്നല്ല വേറെ ആരുടെ ആണെങ്കിലും ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളത് അതൊരു വലിയ നല്ല കാര്യമല്ലേ. അപ്പൊ ഞാനിതിനെ മാറി നിൽക്കുന്നത് എന്റെ കരള് പകുത്തു കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല, എനിക്ക് ആ ഒരു ആത്മവിശ്വാസം ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ പറയാണ്, ഇത് പോസിബിൾ തന്നെയാണ്, ഓക്കെ, കുഴപ്പമില്ല. ആദർശും ജയനും മാത്രമാണ് ഇത് അറിയുന്നത്. പക്ഷെ ഇത് നയനയുടെ അമ്മയോടും അച്ഛനോടും പറയണമെന്ന് ഡോക്ടർ തന്നെയാണ് പറയുന്നത്. കാരണം നമ്മുടെ നയനയുടെ അവകാശികളാണല്ലോ സ്വന്തം അമ്മയും അച്ഛനും. അപ്പൊ അവരുടെ സമ്മതവും കൂടെ വേണം. അപ്പൊ ഇതറിയുമ്പോഴത്തേക്കും കനകദുർഗ വല്ലാണ്ട് അങ്ങ് ഷോക്കായി പോവാ. കനകദുർഗ സമ്മതിക്കുന്നില്ല കേട്ടോ, ഞാൻ സമ്മതിക്കത്തില്ല, എന്റെ കുഞ്ഞിന്റെ ജീവൻ കളയാൻ ഞാൻ സമ്മതിക്കത്തില്ല, എന്റെ കുഞ്ഞിന്റെ ജീവൻ പോയ എന്ത് ചെയ്യും? ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാലപ്പുറത്തെ തേങ്ങ പോലത്തെ ഒരു അവസ്ഥയാ, പറ്റില്ല എന്ന് പറയുകയാണ്. പക്ഷെ നമ്മുടെ നയന ഗോവിന്ദനോട് പറയുകയും അച്ഛാ സമ്മതിക്കണമെന്ന് അമ്മയോട് പറയണം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ധാരണ ഉണ്ടാക്കി ലാസ്റ്റ് അതിന് സമ്മതിക്കുകയാണ്. ഇതൊന്നും അറിയാതെ ദേവയാനി വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് നമ്മുടെ നയനയെ. എന്നെ കാണാനായിട്ട് അവൾ അകത്ത് കയറി വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. വേണമെങ്കിൽ ഇവിടെ വേറൊരു കാര്യവും പോസിബിൾ ആണേ, നമ്മുടെ അനാമികയ്ക്കും വേണമെങ്കിൽ കൊടുക്കാം. അനാമികയ്ക്കും അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ്. അപ്പൊ വേണേ അനാമികയ്ക്കും കൊടുക്കാം, ഈ കരള് പകത്ത് കൊടുക്കാം. അനാമിക കൊടുക്കുവോ? എവിടെന്ന്? അനാമിക കൊടുക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലെന്നറിയാം. പക്ഷെ ഈ കരള് കൊടുക്കുന്നത് നമ്മുടെ നയനയാണെന്ന് അറിയുകയാണെങ്കിൽ അവിടെ ദേവയാനിക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നേനെ. പക്ഷെ എന്ത് ചെയ്യാനാണ്, അതും പറയാൻ പാടില്ലെന്ന് തന്നെയാണ് ദേവയാനി പറയുന്നത്. ബ്ലഡ് കൊടുത്തപ്പോ തന്നെ നമ്മള് ഓർത്തു ചിലപ്പോ അത് അറിയുവാണ് സ്നേഹം ഉണ്ടായിരിക്കുന്നത്. ബ്ലഡും അല്ല, ഇത് ഹൃദയം പകുത്തു കൊടുക്കാണ്, കരള് പകുത്തു കൊടുക്കാണ്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ, ഒത്തിരി കടപ്പെടേണ്ടി വരും നമ്മുടെ ദേവയാനിക്ക് നയനോട്. ഇതറിയുമ്പം ദേവയാനിയുടെ പ്രതികരണം എന്തായിരിക്കും? ഇനിയിപ്പൊ ഇതായിരിക്കും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നത്. ഈ കരള് പകുത്തു കൊടുക്കുന്നത് നമ്മുടെ നയനയാണെന്ന്
ഇനിയിപ്പം ദേവയാനി എന്നായിരിക്കുമോ അറിയുക എന്ന് എനിക്കും അറിയില്ല. ചിലപ്പോൾ ഇത് 1 വർഷം വരെ നീണ്ടു പോകുമോന്നും അറിയില്ല. കാരണം നമുക്കതൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഞാൻ പറയുന്നതിലും ചിലപ്പം പതുക്കെയായിരിക്കും കഥ ഇങ്ങനെ പതുക്കെ പതുക്കെ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടാണ് കഥയ്ക്ക് മുന്നോട്ടേക്ക് പോകാന്. അതുകൊണ്ട് തന്നെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ് ഇനി ദേവയാനി നമ്മുടെ നയനയെ സ്നേഹിച്ചെന്ന് വരുന്നറിയില്ല. ഏതായാലും അതിനു മുമ്പായിട്ട് തന്നെ അനാമികയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടുക്കും നമ്മുടെ നവ്യ പല കാര്യങ്ങളും കണ്ടുപിടിക്കും. നമ്മുടെ അനാമികയ്ക്ക് പെട്ടെന്ന് കുറച്ച് പൈസയുടെ അത്യാവശ്യം വരികയും അനി ഒരു 10 ലക്ഷം രൂപ ജ്വല്ലറിക്ക് വേണ്ടി മാറ്റിവെച്ചത്, ജ്വല്ലറി എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി മാറ്റിവെച്ചത്, ആ ഒരു പൈസ നമ്മുടെ അനാമിക ആരും അറിയാതെ ആ ചെക്ക് എടുത്തോണ്ട് പോകും കേട്ടോ. ആ ചെക്ക് എടുത്തോണ്ട് പോകുന്നത് നവ്യ കണ്ടുപിടിക്കുകയും ചെയ്യും. നവ്യ അത് ക്യാമറയെ പകർത്തുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് സത്യത്തിൽ നമ്മുടെ അനാമികയുടെ ആദ്യത്തെ കള്ളത്തരം വീട്ടുകാർ മൊത്തം അറിയുന്നത്. ഈ പറയുന്ന ജാനകിയും ജലജയും അനാമികയല്ല ദേവയാനിയും ഒക്കെ അറിയുന്നത് കേട്ടോ. ഏതായാലും അടിപൊളി വിശേഷം തന്നെയാണ് വരാനിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന ഓരോരോ എപ്പിസോഡുകളും ആകാംക്ഷയുടെ മുൾമുനയിൽ തന്നെ നിൽക്കുകയാണ്. ഏതായാലും നമ്മുടെ കഥ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് മുന്നോട്ടേക്ക് ഇനി പോകാൻ പോവാണ് കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മറക്കാതെ എല്ലാവരും കാണുക. നാളെ രാവിലെ കറക്റ്റ് ആയിട്ട് 30 ആകുമ്പോൾ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രമോവിശേഷം നമ്മൾ ഇന്ന് വൈകിട്ട് ഒരു 8 മണിയായപ്പോ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം നാളത്തെ വിശേഷം രേവതിയുടെയും സച്ചിയുടെയും ഒരു 6:53 ആകുമ്പോൾ നമ്മൾ ഇടും. അപ്പൊ അതൊക്കെ എല്ലാവരും മറക്കാതെ കാണണേ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.